നമ്മളിന്ന് കളിക്കുന്നത് ബ്ലോക്ക് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് കേട്ടോ. അപ്പോൾ അവിടെ ആയിട്ടായിരുന്നു നമ്മളുടെ വീട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്ന് ഒന്നിങ്ങോരെ വന്ന് അവിടെ മരമുണ്ടോ? രണ്ട് സ്ഥലത്ത് മധുരമൊന്നും മരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. പിന്നെ ഞാൻ കഴിഞ്ഞ ഗെയിമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരം ഒന്ന് നന്നാക്കി എടുക്കുമെന്ന്. അത് ഈ വീഡിയോയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു മുറി കൂടി വെക്കണം. ഈ കട്ടിൽ കണ്ടില്ലേ, ഇത് ഇവിടെ ഇരിക്കുമ്പോൾ എന്തോ പോലെ പറഞ്ഞു. ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം പണിയണം. എനിക്ക് അതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടാകുമെന്ന് നോക്കാം. സ്ഥലം ഉണ്ടല്ലോ, ടോർച്ച് കുത്തി വയ്ക്കാം. സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് പൊളിക്കാം. ഇവിടെ ഒരു പ്ലാങ്ക് കിടപ്പുണ്ട്. ഇനി ബ്ലോക്ക് അങ്ങോട്ട്. ഇനി ഇതാണ് നമ്മുടെ ബെഡ്റൂമിനുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ബ്ലോക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ചെറി പ്ലാങ്ക് ഇവിടെ എത്ര ഒന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഏതാണ്ടൊക്കെ ഇപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്ത്. ഇപ്പോൾ രണ്ട് സൈഡ് ചെറി പ്ലാങ്ക് വിട്ട് ഇവിടെ മറ്റേ പിങ്ക് കോൺക്രീറ്റ് ആണ് ഞാൻ ഇട്ടത്. എല്ലാം ഒരുപോലെ വന്നൊരു ഫണ്ണ് കാണൂല. ഇനി റൂഫ് കൂടി പണിയട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീട് ശരിയായിട്ടുണ്ട്. ടാ, ഇതാണ് സംഭവം. കണ്ട, ഞാൻ ഇവിടെ മണ്ടയിലൊരു ചെസ്സിൻ്റെ ഒരു ഇതിട്ടു. എൻ്റെ ഡ്രസ്സിൻ്റെ അവിടെ സി ആയതുകൊണ്ട് പ്ലെയറിൻ്റെ അവിടെ ഞാൻ സി എന്ന് കൊടുത്തു. കണ്ട, മണ്ടയിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇവിടെ മണ്ടയിലല്ല, താഴെ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ കണ്ടോ, കാണിച്ചു തരാം. ഇപ്പോൾ 10 മണിയായി, അറിയോ? 10. അപ്പോൾ നമുക്കിനിയിപ്പോൾ ആ ബെഡ് പൊട്ടിച്ചെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അത് പറ്റാവില്ല, പുതിയ ബെഡ് തന്നെ വയ്ക്കാം. മെജന്ത ബെഡല്ലേ ഉണ്ടാ? അല്ല, പിങ്ക് ബെഡാണ് ഉണ്ടാ. ഓക്കെ, അപ്പോൾ ഒരു പിങ്ക് ബെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ പോളിഷ്ഡ് ബ്ലാക്ക് സ്റ്റോൺ അതെടുത്ത് ഇവിടെ ഇങ്ങനെ നിരത്തി കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം അങ്ങ് വിട്ട്, ഞാൻ കരുതി ഈ തറ എന്ന് നേരെ ചൊവ്വെന്ന് കൊടുക്കാമെന്ന്. ഇതിനൊന്നും കഴിയൂല. സോ ഇപ്പോൾ അങ്ങനെ നമ്മളെ ഫ്ലോറിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ മറ്റേ ഇവിടെ നിന്ന് ഒരു നെതറൈറ്റ് എന്തിനാണെന്തോ സ്റ്റോണാണെന്തോ അതിൻ്റെ ഞാനങ്ങ് മാറ്റിയത്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി ഒരു ബെഡ് ഇട്ട് കൊടുക്കാം. 2 ബെഡ് ഇടാം, ഒരു ബെഡ് വേണ്ട. ഇവിടെ മായില്ലെങ്കിൽ വേണ്ട, ഇവിടെ ഇടാം. 1 2 ബെഡ് ഇട്ട്. ഓക്കെ, ഇനി ഇവിടെ അത്രയും സ്ലാബ് നിരത്തിയാലോ? ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ സ്ലാബ് ഒന്നിട്ട് നോക്കാം. ഇതെന്തോ മഞ്ഞയാവുന്നേ. ഇതിൽ കിടക്കാൻ പറ്റുമോ എന്തോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ടോർച്ച്, ഇവിടെയും ഇവിടെ കുത്താൻ പറ്റൂലേ? പറ്റും. ഈ ടോർച്ച് കണക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ബെഡ്റൂം ഫിനിഷായി. അയ്യോ, ഇതെന്തത്? ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇനി ഇവിടെ ഒരു ചെറിയ ഡോറാണ് വെച്ചത്. ഓക്കെ, ഈ പിങ്ക് ഗ്ലാസ് പറ്റുമെങ്കിൽ അവിടെ ഇവിടെ. അയ്യോ, ഞാൻ കഥ തുറന്നിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഇന്നത്തെ മുറി.
ഇവിടെ ഇനി വേറെ അലങ്കാരങ്ങളൊക്കെ വേണം. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാണ്ട്. ഈ സാധനം പൊളിച്ച് കളയണം. ഇതാണ് നമ്മൾ നേരത്തെ ബെഡ് കിടന്ന സംഭവം. ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു വർക്ക് ബെഞ്ച് ആക്കുമെന്ന് പറഞ്ഞില്ലേ, അത് ചെയ്യാം നമുക്കിപ്പോൾ. ഇപ്പോൾ അതിന് വേണ്ടത് ഇതെന്തോ ബാരൽ, ഇത് നല്ലതാണ്. കാർട്ടോഗ്രഫി ടേബിൾ വേണം ഒരെണ്ണം. ക്രാഫ്റ്റിംഗ് ടേബിളുണ്ട്. ഒരു ഫർണസ് അല്ലേ ഇത് ബ്ലാസ്റ്റ് ഫർണസ്, അതൊരെണ്ണം വേണം. ഇത് ഫർണസ് ഒരെണ്ണം ഇരിക്കട്ടെ. ഇത് ഡ്രോപ്പർ, ഡിസ്പെൻസർ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ തൽക്കാലം അതൊന്നും ഇപ്പോൾ വേണ്ട. ഇതെന്തുവാ സാധനം, അതൊന്നും വേണ്ട. ഒരു എൻഷാൻറ്റിങ് ടേബിൾ ഇരിക്കട്ടെ. ബുക്ക് ഷെൽഫായിട്ട് നമുക്ക് വയ്ക്കാം. ഒരിത് വെച്ചാൽ ഇതെന്തുവാ, സ്മോക്കർ. അപ്പോൾ ഇതെന്തുവാ സാധനം, ഫർണസ്. അത് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പോൾ തൽക്കാലം ഇത്രയും സാധനം വയ്ക്കാം. ഇനി ഒരു കാർട്ടോഗ്രഫി ടേബിള് പറന്ന് വയ്ക്കാം. ബ്ലാസ്റ്റ് ഫർണസ്, ഇത് എൻഷാൻറ്റിങ് ടേബിൾ. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് എൻഷാൻറ്റിങ് ടേബിൾ. അയ്യോ, രണ്ടെണ്ണം ആയിപ്പോയി. പൊട്ടിച്ചകളാണ്. ഇനി ഫർണസ് പറ്റുമെങ്കിൽ ഒരെണ്ണം കൂടി വെച്ച് നോക്കാം. അല്ലെങ്കിൽ ഫർണസ് കിച്ചണി വെച്ചാലോ? ഫർണസ് കിച്ചണി വയ്ക്കാം. സ്മോക്കറും അതൊക്കെ ഇരിക്കട്ടെ. സ്മോക്കറും കിച്ചണി വയ്ക്കാം നമുക്ക്. എൻഷാൻറ്റ്മെൻറ്റ് ടേബിൾ വയ്ക്കാം. ഇതും പോട്ടെ. എൻഷാൻറ്റിങ് ടേബിൾ കൂടി ഇവിടെ വയ്ക്കാം. ഇനി ഇവിടെ ഒരു കൊച്ചൊരു ബുക്ക് ഷെൽഫ് ആക്കാം. കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ചിസൽഡ് ബുക്ക് ഷെൽഫ് വയ്ക്കാം. അതെന്തിനു വരം. ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ആ എൻഷാൻറ്റിങ് ടേബിൾ അങ്ങ് മാറ്റി. ഇവിടെ നമുക്കിനി ബുക്ക് ഷെൽഫ് വയ്ക്കാം. ഇനി ഈ എൻഷാൻറ്റിങ് ടേബിൾ ഇവിടെ വയ്ക്കാം. ഞാൻ ചില വീഡിയോ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇതിവിടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഇലയൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇല എവിടെ പിടിപ്പിക്കും? ഈ ഒരു ബുക്ക് ഷെൽഫ് അങ്ങ് പൊട്ടിക്കാം. ആരും ഇവിടെ ഇല വയ്ക്കാം. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത എപ്പിസോഡിൽ മരത്തിന് ചെയ്യാൻ കേട്ടോ. ഈ എപ്പിസോഡിൽ മരത്തിന് ചെയ്യാൻ പറ്റിയില്ല. എനിക്കത് പറ്റിയില്ല. ഞാൻ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. നോക്കട്ടെ ഒന്ന്. അടുത്ത എപ്പിസോഡിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും. ആ എപ്പിസോഡിൽ അടുത്തതിൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്തിരിക്കും. അതിന് മുമ്പ് ഞാൻ ഇവിടെ നോക്കട്ടെ. എന്തോ പോലെ ഇരിക്കുന്നു. പക്ഷെ വഴിയുണ്ട്. ഇവിടെ ഇച്ചിരി സ്ഥലമില്ലേ, ഇവിടെ നമുക്ക് തടി വെച്ചങ്ങ് മൂടാം. അപ്പോൾ അകത്തെ പെയിൻറ്റ് അകത്തെ കോൺക്രീറ്റ് നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ എന്തായാലും ആ മരത്തിനെ നമ്മൾ റെഡിയാക്കി എടുക്കും. പിന്നെ അല്ലാതെ വീട്ടിൻ്റെ അടുത്തൊരു മരമായിട്ട് ഇതുവരെയായിട്ടും അതിനെ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ.